ഞാൻ വിശ്വസിച്ചിരിക്കുന്ന വിശ്വാസത്തിൽ, എന്റെ ആദർശത്തിൽ, എന്റെ ഐഡന്റിറ്റിയിൽ എനിക്കാദ്യം ആത്മാഭിമാനം ഉണ്ടാകണം. ഒരു പെണ്ണിനോട്, ഒരു പെൺകുട്ടി എന്റെ വസ്ത്രത്തെ കുറിച്ചിട്ട് ഉമ്മയോട് സംശയം ചോദിക്കുമ്പോൾ എനിക്കും അത് തോന്നാറുണ്ട്, ഈ പർദ്ദ എന്തിനാണ് എന്നല്ല മറുപടി പറയേണ്ടത്. മറിച്ച് മോളെ, അള്ളാഹു പറഞ്ഞിരിക്കുന്നത് ഈ വേഷം, നാം ധരിച്ചിരിക്കുന്ന ഈ വസ്ത്രം എന്ന് പറയുന്നത് എനിക്കും ഒട്ടേറെ ഈ ലോകത്ത് എന്റെ കൺമുന്നിൽ കാണുന്ന പല വസ്ത്രധാരണ രീതികളും അതുപോലെ ചേഷ്ടകളും ഒക്കെ കാണുമ്പോൾ അങ്ങനെയൊക്കെ ധരിക്കാനുള്ള ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഒക്കെ എനിക്കുമുണ്ട്. പക്ഷേ എന്റെ പ്രപഞ്ചനാഥനായ അള്ളാഹു പഠിപ്പിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഇത്തരം ഒരു വസ്ത്രധാരണ രീതി നിന്നെ പഠിപ്പിച്ചിരിക്കുന്നത് എന്നാണ് എന്ന് ഒരു ഉമ്മയ്ക്ക് പറയാൻ കഴിയണം. അത് പറയണമെങ്കിൽ ഉമ്മ ദീൻ പഠിക്കണം. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സ്ത്രീ ആരാണെന്നറിയുമോ? ഏറ്റവും നല്ല പെണ്ണാരാണെന്നറിയുമോ? ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ? സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന വ്യക്തിയല്ല, ഉന്നത കുടുംബത്തിൽ ജനിച്ച മഹതി ആയതുകൊണ്ടല്ല, ഏറ്റവും നല്ല പൊസിഷനിലുള്ള ഒരു പ്രൊഫഷനിൽ നിൽക്കുന്ന ലേഡി ആയതുകൊണ്ടല്ല, കൂട്ടത്തിൽ ഏറ്റവും സൗന്ദര്യമുള്ളവളായതുകൊണ്ടല്ല, മറിച്ച് അവൾ ആദരിക്കപ്പെടുന്നത്, ഈ ലോകത്തും പരലോകത്തും ആദരിക്കപ്പെടുന്നത് ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ്. പഠിച്ചതുകൊണ്ടായില്ല, അത് പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. എവിടെ നിന്ന് ആരംഭിക്കണം? നമ്മുടെ വീട്ടിൽ നിന്നും. ആദ്യം നിങ്ങൾ നിങ്ങളെ തന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക, അടുത്തതായി നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ രക്ഷപ്പെടുത്തുക. അതൊരു വല്ലാത്ത പഠിച്ച തമ്പുരാന്റെ വാക്കാണ്, ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ പെൺകുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം, ഇത് അള്ളാഹുവിന്റെ നിർദ്ദേശമാണ്, നിന്നെ തിരിച്ചറിയപ്പെടാനാണ്. എങ്ങനെയാണ് തിരിച്ചറിയപ്പെടേണ്ടത്? ന്യൂ ജനറേഷൻ കുട്ടികളും കൂടി ഇരിക്കുന്നത് കൊണ്ട് ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ചൈനയിലെ ചിൻഗുവാൻ ജന്നുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അവരുടെ പ്രത്യേകത, അവർ ആ നാട്ടിലെ അറിയപ്പെടുന്ന അഭിസാരികകളാണ്. ഞാൻ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതില്ലല്ലോ. അവരുടെ വസ്ത്രത്തിന് ചില രീതികളുണ്ട്. ആ ചിൻഗുവാൻ ജന്നുകൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം എന്ന് പറയുന്നത് അവരുടെ ശരീരത്തിൽ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, എന്നാൽ അവരുടെ ശരീരത്തിന്റെ നിമ്നോന്നതകളെല്ലാം നിഴലിച്ചു കാണുന്ന രൂപത്തിലാണ്. അവരെ ആരെങ്കിലും കണ്ടാൽ ആകർഷിക്കുന്ന രൂപത്തിൽ വശ്യമായ വസ്ത്രം ധരിച്ചവരാണവർ. കാരണം അവരുടെ ലക്ഷ്യം എന്താണ്? ഞങ്ങൾ ആകർഷിക്കപ്പെടണം, ആ ആകർഷണത്തിലൂടെ ഞങ്ങളിലേക്ക് ആളുകൾ വരണം, ഞങ്ങളെ സ്വയം വിൽക്കാനുള്ളവരാണ് എന്ന് പറയുന്ന ചെന്നൈയിലെ ചിൻഗുവാൻ ജന്നുകൾ. അതുപോലെ ഗ്രീസിലെ ഹെറ്റേറകൾ എന്നറിയപ്പെടുന്ന ഒരു വിഭാഗമുണ്ട്. അവരും ആ നാട്ടിലെ അറിയപ്പെടുന്ന അഭിസാരികകളാണ്. അവരെയും തിരിച്ചറിയപ്പെടുവാൻ അവർക്കുമുണ്ട് ഒരു വസ്ത്രധാരണ രീതി. അവരുടെ മാറിന്റെ സിംഹഭാഗവും വയറിന്റെ സിംഹഭാഗവും അതുപോലെ തന്നെ കാൽ മുട്ടുവരെയും അവർ ധരിച്ചിരിക്കുന്ന ഒരു വസ്ത്രം അവർക്കുണ്ട്. അതിലൂടെ അവരെ ഇന്ന ആളുകളാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യണം. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്ത് ഇങ്ങനെ ഓരോ ആളുകൾക്കും അവരെ തിരിച്ചറിയപ്പെടാൻ അവരുടെ വസ്ത്രത്തിലൂടെ ഒരു ഐഡന്റിറ്റി ഉണ്ട്. എന്നാൽ ഒരു മുസ്ലിം പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളെ കാണുമ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കണം, അവൾ മാന്യമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവളാണ്, അവൾ മാന്യമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവളാണ് എന്ന് അവളുടെ വസ്ത്രധാരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കണം. അവൾ ശരീരത്തെ ആകർഷിപ്പിക്കുന്ന രൂപത്തിലോ മറ്റുള്ളവർക്ക് ആകർഷണം തോന്നുന്ന രൂപത്തിലോ അല്ല വസ്ത്രം ധരിച്ചിരിക്കുന്നത്. ഇസ്ലാമിക വസ്ത്രത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ചില നിബന്ധനകളുണ്ട്. അവൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം അത് ശരീരത്തിന്റെ നിറം പുറത്തേക്ക് കാണുന്നതാകാൻ പാടില്ല. രണ്ടാമത്തേത് ഇതര മതസ്ഥരുടെ വസ്ത്രമാകാൻ പാടില്ല. മൂന്നാമത്തേത് ഇറുകിയ വസ്ത്രമാകാൻ പാടില്ല. അവൾ അത് ധരിച്ചിട്ടുണ്ട് എന്നിട്ട് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും കാണുകയും ചെയ്യാം. ധരിച്ചിട്ടുണ്ടെന്നാൽ ധരിച്ചിട്ടില്ല എന്നതാവാൻ പാടില്ല. ഇങ്ങനെ ചില നിബന്ധനകൾ പറഞ്ഞിട്ടുണ്ട്. ഇതനുസരിച്ചുകൊണ്ട് ഇസ്ലാമികമായി വേഷം ധരിച്ച ഒരു പെണ്ണിനെ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാക്കാൻ പറ്റണം, അവൾ മാന്യമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവളാണ്. അതുകൊണ്ട് തന്നെ അവൾ ആക്രമിക്കപ്പെടുകയുമില്ല, ആക്രമിക്കപ്പെടാൻ പാടില്ല എന്ന ആ ഒരു ഗൗരവം. ഇതെന്തിനാണ് ഞാൻ നിങ്ങളോട് പറയുന്നതെന്നറിയുമോ? 12, 13, 14 വയസ്സായ പെൺകുട്ടികളെ മുസ്ലിം ഉമ്മമാർ, പർദ്ദ ധരിക്കുന്ന ഉമ്മമാർ, ഇസ്ലാമിക വേഷമനുസരിച്ച് നടക്കുന്ന ഉമ്മമാർ അവരുടെ പെൺകുട്ടികളെ സ്കൂളുകളിലേക്ക് അവരുടെ യൂണിഫോം ധരിച്ചുകൊണ്ട് യാതൊരു നിലവാരവുമില്ലാത്ത രൂപത്തിൽ പുറത്തേക്ക് അയക്കാറുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, വ്യഭിചാരം എന്ന് പറയുന്നത് ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ശാരീരികമായി രമിക്കുന്നത് മാത്രമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, വ്യഭിചാരം എന്ന് പറയുന്നത് കണ്ണുകൊണ്ട് കാണുന്ന അശ്ലീലം കണ്ണിന്റെ വ്യഭിചാരമാണ്. ഹൃദയം
കൊണ്ട് ചിന്തിക്കുന്ന ചിന്തകൾ അത് ഹൃദയത്തിന്റെ വ്യഭിചാരമാണ്. കാതുകൾ കൊണ്ട് കേൾക്കുന്ന അശ്ലീലം അത് കാതിന്റെ വ്യഭിചാരമാണ് എന്ന് പഠിപ്പിക്കുമ്പോൾ, നമ്മുടെ പെൺകുട്ടികളെ അണിയിച്ചൊരുക്കി നമ്മൾ പുറത്തേക്ക് പറഞ്ഞു വിടുമ്പോൾ, ആ പെൺകുട്ടിയുടെ ശരീരഭാഗങ്ങൾ കണ്ടുകൊണ്ട് അവൾ സ്കൂളിലേക്കോ അവളുടെ സ്ഥാപനത്തിലേക്കോ പോയി തിരിച്ചു വരുന്ന സമയത്തിനിടയിൽ അവളെ കാണുന്ന ഒരുപാട് ആളുകൾ, നമുക്കറിയാം നമുക്ക് ചുറ്റിനുമുള്ള ആളുകളെ മുഴുവൻ നന്നാക്കിയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. എന്നാൽ ചുറ്റുപാടുകൾക്ക് മുന്നിൽ നമുക്ക് നമ്മെ സ്വയം രക്ഷിക്കാൻ സാധിക്കും. അതാണ് ഇസ്ലാമിക വേഷം എന്ന് പറയുന്നത്. ഒരു തെറ്റ് ചെയ്യുന്നവർ എവിടെയും ചെയ്യുമെന്നൊക്കെ ആളുകൾ ജൽപ്പനങ്ങൾ വിടും. പക്ഷേ ഈ നിറഞ്ഞ സദസ്സിലിരിക്കുന്ന നിങ്ങളോട് ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, ഈ സദസ്സിൽ കയറി നിന്നുകൊണ്ട് ഈ ഒരു സദസ്സിലേക്ക് നോക്കുമ്പോൾ വൈകാരികമായി എന്തെങ്കിലും ഒരു ചിന്ത നമുക്കുണ്ടാകുമോ? എന്നാൽ നിങ്ങൾ ഓരോരുത്തരും ധരിച്ചു വന്നിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു വേഷ സംവിധാനത്തോടു കൂടിയല്ലാതെ ജീൻസും അതുപോലെ തന്നെ ശരീരത്തിന്റെ ഭാഗങ്ങളെല്ലാം നിഴലിച്ച് കാണുന്ന രൂപത്തിലുള്ള അതുപോലൊരു വേഷത്തിലാണ് നിങ്ങൾ. അങ്ങനെ ഒരാളെങ്കിലും ഇവിടെ ഈ സദസ്സിലുണ്ടെങ്കിൽ എല്ലാവരുടെയും കണ്ണുകൾ അവിടേക്കാകും. അത് തന്നെയാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ തെറ്റിനേക്കാൾ വലിയ തെറ്റാണ് അതിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പെൺകുട്ടികൾ പുറത്തുപോയി തിരിച്ചു വരുന്നതിനിടയിൽ അവളെ കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. മതമില്ലാത്ത, വിശ്വാസങ്ങളില്ലാത്ത, എത്തിക്സ് ഇല്ലാത്ത, എന്തിനേയും ഏതിനേയും രമിക്കാൻ ആഗ്രഹിക്കുന്ന കഴുകക്കണ്ണുകളുമായുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ പെൺകുട്ടികളെ നോക്കി വെള്ളമിറക്കിക്കൊണ്ട് അവന്റെ രാത്രിയുടെ യാമങ്ങളിൽ ഒരു സെക്കൻഡെങ്കിലും നമ്മുടെ മോളെ കണ്ടിട്ടോ അവരുടെ ശരീരത്തെ ഓർത്തുകൊണ്ടോ അവനതിൽ നിർവൃതിപ്പെടുന്നുണ്ട് എങ്കിൽ ഉമ്മമാരെ കരുതിയിരിക്കുക. നമ്മുടെ പെൺകുട്ടികളെ മറ്റുള്ളവർക്ക് വ്യഭിചരിക്കുവാൻ വേണ്ടി ഒരു കാഴ്ച വസ്തുവായി നമ്മൾ പ്രദർശിപ്പിക്കരുത്. മറിച്ച് പഠിപ്പിച്ചു കൊടുക്കുക. നാലാളുടെ മുന്നിൽ വെച്ചുകൊണ്ട് അവളെ സ്വീകരിക്കുക വഴി, നാലാളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട ആളുടെ മുന്നിൽ നിന്ന് അവളെ സ്വീകരിക്കുക വഴി അവൾ ഒന്നിച്ച് ജീവിക്കുന്ന ജീവിതകാലം അത്രയും അവൾക്ക് വരുന്ന ശാരീരിക മാനസിക പ്രശ്നങ്ങളിലെല്ലാം അവളുടെ കൂടെ താങ്ങും തണലുമായി നിൽക്കാമെന്ന് ഉറപ്പു തരുന്ന അവളുടെ പുരുഷന്റെ മുന്നിൽ മാത്രം അവൾക്ക് പ്രദർശിപ്പിക്കാനുള്ളതാണ് അവളുടെ ശരീരം. അത്രമേൽ പ്രശസ്താണ് ഒരു മുസ്ലിം പെണ്ണിന്റെ ശരീരം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞു തന്നത് ഇങ്ങനെ ദീനിനെ പഠിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അങ്ങനെ വരുമ്പോൾ ഒരു മുസ്ലിം സ്ത്രീ എന്ന നിലയിൽ യാതൊരു രൂപത്തിലുള്ള അപകർഷതാബോധവും ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും നമുക്ക് വരികയില്ല. മറിച്ച് ഞാൻ മുസ്ലിം പെണ്ണാണ്, ഇതെന്റെ അഭിമാനത്തിന്റെ വേഷമാണ്. നിങ്ങൾക്കറിയാമോ, ലോകത്ത് ഏതെല്ലാം തലങ്ങളിലേക്ക് ഒരു മുസ്ലിം പെണ്ണിന് എത്താൻ പറ്റുമോ ആ തലങ്ങളിലേക്കെല്ലാം അവൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പുരുഷന് പോലും ചിന്തിക്കാൻ കഴിയാത്ത മേഖലകളിൽ പോലും ഇനി ഫ്ലൈറ്റ് ഓടിക്കണോ, ഏതെല്ലാം മേഖലകളിൽ അവൾക്ക് അവളുടെ കഴിവ് തെളിയിക്കാൻ പറ്റുമോ അവിടേക്കെല്ലാം വിജയിച്ചു കൊണ്ടിരിക്കുകയാണ്. നോബൽ ജേതാവായ ഒരു സ്ത്രീയോട് നിങ്ങൾ ഇത്രമേൽ വൈജ്ഞാനിക രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി പ്രാപിച്ച ഒരു സ്ത്രീയല്ലേ, അതിന്റെ പേരിലല്ലേ നിങ്ങൾക്ക് ഈ നോബൽ പ്രൈസ് കിട്ടിയതും, എന്നിട്ടും നിങ്ങൾ ഇത്രയും പുരോഗതി പ്രാപിച്ചിട്ടും എന്തുകൊണ്ട് നിങ്ങളുടെ ഈ ഹിജാബ്, ഈ അപരിഷ്കൃത വേഷം നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ അവർ കൊടുത്ത മറുപടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എന്താണ് അവർ പറഞ്ഞ മറുപടി? ഞാൻ പറയുന്നു, ഒരു കാലത്ത് മനുഷ്യൻ അപരിഷ്കൃതരായിരുന്നു. അന്ന് കാട്ടിൽ ജീവിച്ചിരുന്ന ആളുകൾ തുണി ഉടുക്കാതെയാണ് നടന്നിരുന്നത്. ആണും പെണ്ണും പരസ്പരം ആ ഔറത്തുകളിലേക്ക് നോക്കി തുണി ഉടുക്കാതെ നടന്നു. കുറച്ചു കാലങ്ങൾ കഴിഞ്ഞപ്പോൾ പരിഷ്കൃതരായപ്പോൾ അവരെന്ത് ചെയ്തു? ഇലയും മരത്തിന്റെ തോലുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ മറയ്ക്കാൻ തുടങ്ങി. പിന്നീട് മനുഷ്യൻ പരിഷ്കൃതരായി ഇന്ന് കൂടുതൽ വസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് ശരീരം മറയ്ക്കാൻ കഴിയുന്ന തലത്തിലേക്ക് എത്തി എന്നുള്ളത് സത്യമാണ് എങ്കിൽ, ഞാൻ ഇന്ന് ഏറ്റവും പരിഷ്കൃതമായി നിൽക്കുമ്പോൾ, എന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം പോലും പുറത്തു കാണിക്കാത്ത വിധത്തിൽ ഞാൻ നിൽക്കുമ്പോഴല്ലേ ഞാൻ ഏറ്റവും പരിഷ്കരിച്ചവരാകുക? അങ്ങനെയുള്ള എന്നോട് നിങ്ങൾ വീണ്ടും അപരിഷ്കൃത ലോകത്തേക്ക് പോകുവാനാണോ പറയുന്നത് എന്ന് അവർ ചോദിച്ചു. ഇതേ ചോദ്യം തന്നെയാണ് സഹോദരിമാരെ നമുക്ക് ഈ സൊസൈറ്റിയോടും ചോദിക്കാനുള്ളത്.